ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഭാരതീയ ധർമ്മപരിഷത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വേദശില്പശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹ ആശീസ്സുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാം. അതിലേക്കായി വേദിയിലേക്ക് ഈ സമ്മേളനത്തിനെ ആശീർവദിക്കുന്നതിന് വേണ്ടിയും ദീപപ്രജ്വലനം ചെയ്യുന്നതിനായും എത്തിച്ചേർന്നിട്ടുള്ള പരമപൂജനീയ ശ്രീ നടുവിൽ മഠം സ്വാമിയാർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ പദം കൂടി അലങ്കരിക്കുന്ന ശ്രീ ഉറവങ്കര അച്യുത ഭാരതി സ്വാമിയാർ അവർകൾ ഈ വേദിയിൽ ഉപവിഷ്ടനായിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ധർമ്മപരിഷത്ത് ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയായ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ ഈ യോഗം അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും പരിഷത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് മാർഗദർശകനായി വിളങ്ങുന്ന ബ്രഹ്മശ്രീ നെടുമ്പള്ളി സതീശൻ നമ്പൂതിരിപ്പാട് അവർകൾ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. ഇന്നത്തെ ഈ മഹനീയ സംരംഭം ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന പ്രഭാഷണം നടത്തുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി പ്രൊഫസർ GS കൃഷ്ണമൂർത്തി അവർകളാണ്. പ്രൊഫസർ GSR കൃഷ്ണമൂർത്തി അവർകളാണ്. അദ്ദേഹം തിരുപ്പതി ദേശീയ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അദ്ദേഹവും ഇവിടെ ഉപവിഷ്ടനായിട്ടുണ്ട്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേരേണ്ടത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അംഗം ശ്രീ കരമന ജയൻ അവർകളാണ്. അടുത്തതായി ഇവിടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളവരിൽ നിന്നും സംഘടനാ പ്രതിനിധികളെ കൂടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം യോഗക്ഷേമ സഭയെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ള ശ്രീ ഗോവിന്ദൻ പോറ്റി അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അരുവിക്കര ഗണപതി പോറ്റി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള ബ്രാഹ്മണ സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ നാഗരാജൻ അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാധ്വ തുളു ബ്രാഹ്മണ സമാജം ജില്ലാ സെക്രട്ടറി ശ്രീ സൂര്യനാരായണ കുഞ്ചുരായർ അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രാർത്ഥന നിർവഹിക്കുന്നതിനായും നമ്മെ ആശീർവദിക്കുന്നതിനുമായും തിരുവനന്തപുരത്തെ വൈദിക സംരക്ഷണ സമിതിയുടെ പ്രസിഡൻറ്റ് ബ്രഹ്മശ്രീ നാരായണമൂർത്തി വാദ്യാർ അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മുറജപ വൈഭവത്തിന് പങ്കുകൊള്ളുവാനായി പാരമ്പര്യമായി കേരളത്തിലെ വേദപഠനത്തിൻ്റെ ചുക്കാൻ പിടിച്ചു വന്നിരുന്ന തിരുനാവായ വാദ്യാൻ കുടുംബത്തിലെ മുതിർന്ന അംഗം ശ്രീ വല്ലഭൻ നമ്പൂതിരിപ്പാട് അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ദീപപ്രജ്വലനത്തിനായി ആദരണീയ പുഷ്പാഞ്ജലി സ്വാമിയാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സനഃ പർഷദതി ദുർഗാണി വിശ്വ ഏവ സിന്ധും ദുരിതാത്യഗ്നിഃ താമഗ്നിവർണ്ണാം തപസാം ജ്വലന്തിം വൈരോചനി കർമ്മഫലേഷു ജുഷ്ടാം
ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും നമ്മൾ നടക്കുന്ന ഒരു കാലഘട്ടം, നടക്കുന്ന പ്രദേശം, അത് ചെയ്യുന്ന ഉദ്ദേശം, ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് അതിൻ്റെ പ്രാധാന്യവും അത് നമുക്ക് നൽകുവാൻ പോകുന്ന ഗുണമേന്മകളെയും കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന മഹത്വചനം അടിസ്ഥാനപ്പെടുത്താം. ഭാരതത്തിലെ തന്നെ വൈദിക മഹോത്സവം അല്ലെങ്കിൽ വേദങ്ങളുടെ ദേശീയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുറജപ മഹോത്സവം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭമായി ഏകദേശം 50 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ മുറജപത്തെ സംബന്ധിച്ചിടത്തോളം അതിയായ വിശേഷതകളുണ്ട്. ആ വിശേഷതകളിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മുറജപത്തിലാണ് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്രിയാഭാഗമായിട്ടുള്ള ഭദ്രദീപവും ലക്ഷദീപവും നടക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിഭാവനം ചെയ്ത അദ്ദേഹം നടപ്പിലാക്കി ആരംഭിച്ചതാണ് മുറജപ ലക്ഷദീപ മഹോത്സവം എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അന്ന് ആരംഭിക്കുമ്പോൾ ഉണ്ടായ ഒരു ക്രിയാപദ്ധതി അതിവിപുലവും വൈദിക സമ്പ്രദായത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. ആ ക്രിയാപദ്ധതിയുടെ ഒരു പുനരാവിഷ്കാരം അതേ രീതിയിൽ അല്ലെങ്കിൽ തന്നെയും മറ്റൊരു രീതിയിൽ ഒരു ചെറുപതിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഇത്തവണത്തെ മുറജപ ലക്ഷദീപ ഭദ്രദീപ മുറജപ ലക്ഷദീപ മഹോത്സവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ വിഷയം കൊണ്ട് തന്നെ ഇതിനു മുമ്പ് നടന്ന, അതായത് ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്ന നമ്മളുടെ അറിവിൽപ്പെട്ടിടത്തോളം കണ്ടിടത്തോളം നടന്ന മുറജപങ്ങളിൽ നിന്നും ഈ മുറജപത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഈ ഒരു ക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ ഒരു പ്രസരണത്തിലും മറ്റ് ആളുകളുമായിട്ട് അവിടെ പങ്കെടുക്കാൻ വരുന്നവരുടെ ഒരു സംതൃപ്തിയുടെ ഭാഗം ചിന്തിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിരവധി കാലങ്ങളായി ആശയവും ആഗ്രഹവുമായി നിൽക്കുന്ന തിരുവനന്തപുരം അടിസ്ഥാനമാക്കിയുള്ള ഒരു വേദപഠനം എന്ന ഒരു വിഷയം പരിഗണനയ്ക്കായി വന്നത്. ആ വേദപഠനത്തിൻ്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദരണീയ തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ നെടുമ്പള്ളി സതീശൻ നമ്പൂതിരിപ്പാട് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഭാരതീയ ധർമ്മ പരിഷത്ത് എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആ സംഘടനയുടെ പ്രവർത്തനം ആരംഭം എന്നുള്ളത് ഈ മുറജപത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിൽ തുടങ്ങാമെന്ന രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് ഈ വേദസമ്മേളനം തന്നെ ഭാരതീയ ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും സംയുക്തമായി ചെയ്യുന്ന രീതിയിലാവണം എന്നൊരു ദൈവനിയോഗം പോലെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ വളരെ പെടുന്നനെ അറേഞ്ച് ചെയ്യപ്പെട്ടതാണ് ഈ വേദസമ്മേളനം. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ മുറജപം എന്ന വൈഭവം തന്നെ അതും ക്രിയാപൂർവമായി ക്രിയകളോടുകൂടി ചെയ്യുന്ന ഒരു വൈഭവം തന്നെ വളരെ ഹെക്റ്റിക് എന്ന് പറയുന്ന രീതിയിലുള്ള വിപുലമായ പ്രവർത്തനങ്ങളുള്ളതാണ്. അതിനിടയ്ക്ക് ഈ ഒരു വേദസമ്മേളനം ഒരുക്കുമ്പോൾ അതിൽ തീർച്ചയായും ചില ന്യൂനതകളും കുറച്ചുകൂടി ഭംഗിയായിട്ട് നടത്താവുന്ന സാഹചര്യം നടപ്പാക്കാൻ സാധിക്കാത്തതും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള പ്രവർത്തനങ്ങൾ നികത്തിക്കൊണ്ട് നമുക്ക് വലിയൊരു വിജയമാക്കി ഈ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.
ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടും ഈ പരിഷത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേദോഖിലോ ധർമ്മമൂലം എന്ന നമ്പൂതിരിപ്പാട് നൽകിയ ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ടാണ് നാം ഈ പരിഷത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ചേർന്ന് തന്നെ ഈ ഒരു പ്രഥമ സംരംഭം പരിഷത്തിൻ്റെ പേരിൽ നടത്തുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് ഏവർക്കും കരുതാവുന്നതാണ്. ഇത്രയും മഹനീയമായ ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളേവരെയും പ്രണമിച്ചു കൊള്ളുന്നു. സ്വാഗത പ്രസംഗം എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് അവർകളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുപോലെയുള്ള ഒരു മഹനീയ സംരംഭം അനുഗ്രഹ ഭാഷണം നൽകുവാനും ദീപപ്രജ്വലനം നടത്തുവാനും യോഗ്യനായ ആൾ എന്ന് ചിന്തിച്ചാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെയും ചിന്തിക്കേണ്ടതില്ല. നമ്മളേവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പരമപൂജനീയ പുഷ്പാഞ്ജലി സ്വാമിയാർ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ പരിപാടിയുടെ ഭദ്രദീപ പ്രജ്വലനത്തിനായും അനുഗ്രഹ ഭാഷണത്തിനുമായും അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയെ ദിനം പ്രതി പുഷ്പാഞ്ജലി ചെയ്ത് സേവിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ഭാഷണത്തിനായി നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ സവിനയം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സെമിനാറിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തത് നെടുമ്പള്ളി തരണനെല്ലൂർ മനയിലെ തന്നെ ശ്രീ കുട്ടൻ നമ്പൂതിരിപ്പാട് അവർകളാണ്. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ താന്ത്രിക വൃത്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ ഇതിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറയണം, അതിനുവേണ്ടി സുബ്രഹ്മണ്യൻ സാറിനെ ഏൽപ്പിക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിൻ്റേതായിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചും അദ്ദേഹം പരീക്ഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാലും ഔപചാരികതയുടെ പേരിൽ പ്രൊഫസർ എ സുബ്രഹ്മണ്യയ്യർ അവർകളെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതുപോലെയുള്ള ഒരു മഹനീയ സംരംഭം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഏറ്റവും നന്നായി വേദപഠനത്തിനും വേദപ്രചാരണത്തിനുമായി പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏത് സ്ഥലത്തെന്ന് പറഞ്ഞാൽ തിരുപ്പതിയുടെ നാമമാണ് ഇന്ന് ഭാരതത്തിൽ ഉയർന്നു നിൽക്കുന്നത്. ആ തിരുപ്പതിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറെ തന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം നമുക്ക് ഇവിടെ സ്വീകരിക്കുവാനും ക്ഷണിക്കുവാനും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെയധികം തിരക്ക് പിടിച്ച ഔദ്യോഗിക കർത്തവ്യങ്ങൾക്കിടയിലും പത്മനാഭ സവിധത്തിൽ എത്തിച്ചേരാനുള്ള സന്നദ്ധത അറിയിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മൾ ചുരുങ്ങിയ സമയത്താണ് ഇത് നിശ്ചയിച്ചതെങ്കിലും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രൊഫസർ GSR കൃഷ്ണമൂർത്തി അവർകൾ വൈസ് ചാൻസലർ ഓഫ് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി തിരുപ്പതി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശംസ അർപ്പിക്കുവാനായി നമ്മുടെ തിരുനാവായ വാദ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ വല്ലഭൻ നമ്പൂതിരിപ്പാട് അവർകളെയും കേരള ബ്രാഹ്മണ സഭയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ നാഗരാജൻ അവർകളെയും മാധ്വ സമാജം ജില്ലാ സെക്രട്ടറി ശ്രീ സൂര്യനാരായണ കുഞ്ചുരായർ അവർകളെയും യോഗക്ഷേമ സഭയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന അരുവിക്കര ഗണപതി പോറ്റി അവർകളെയും
ഹാർദവമായി ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വളരെ ചുരുങ്ങിയ സമയത്തിൽ നൽകിയ അറിയിപ്പ് കണക്കിലെടുത്ത് നിരവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളേവരെയും ഓരോരുത്തരെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്നുണ്ട്. സമയക്കുറവ് കാരണം അതിലേക്ക് മുതിരുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വേദജപത്തിനായി പങ്കെടുക്കാൻ വൈദികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം.